പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3:30 ധ്യാനം അവസാനിപ്പിക്കുന്ന മോദി കന്യാകുമാരിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അവിടെ നിന്ന് സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്കാണ് മോദി പോവുക. കന്യാകുമാരിയിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, അല്പസമയം ഏതാണ്ട് ഈ 2 ദിവസം മുമ്പ് തുടങ്ങിയ ധ്യാനം ഏതാണ്ട് 40 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3 മണിയോടെ നരേന്ദ്രമോദി ധ്യാനം അവസാനിപ്പിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടുന്ന് മടങ്ങുക. അതുപോലെ തന്നെ ഇന്ന് രാവിലെയും അദ്ദേഹം സൂര്യോദയം കാണാനായി വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനമിരിക്കുന്ന ധ്യാനമണ്ഡപത്തിന് പുറത്തിറങ്ങിയിരുന്നു. കുറെ അധികം നേരം അദ്ദേഹം അതിന് പുറത്ത് ചെലവഴിക്കുകയും ചെയ്തു. കുറച്ചധികം നേരം ഈ ധ്യാനമണ്ഡപത്തിന് ചുറ്റും നടക്കുകയും ഒപ്പം തന്നെ അവിടെ കുറച്ച് ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ. അത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. ഇപ്പോഴും ആളുകൾക്ക് അവിടെ പ്രവേശനമുണ്ട് അവർ വോട്ടുകളിൽ. പക്ഷേ പ്രത്യേക സുരക്ഷാ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ്, പ്രത്യേക പെർമിഷൻ എടുത്തവർക്ക് മാത്രമാണ് അവിടെ പ്രവേശനമുള്ളത്. അവരേക്ക് കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി. പ്രത്യേകിച്ച് പ്രത്യേക സൂര്യപൂജയൊക്കെ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും ഈ ധ്യാനത്തിലേക്ക് കടന്നത്. ഇപ്പോഴും അദ്ദേഹം ആ ധ്യാന മണ്ഡപത്തിന് ഉള്ളിലാണ്. ഈ സമയം ഇതിനുള്ളിലേക്ക്, ഇതിന്റെ തൊട്ടടുത്തേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. പക്ഷെ അതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം ചുറ്റിനുമുണ്ട്. കടലിലും കരയിലുമുണ്ട്. വലിയ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ പോലും വലിയ തിരക്കൊന്നും കന്യാകുമാരി ഈ ബീച്ച് ഭാഗത്തൊന്നും കാണുന്നില്ല, അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഈ സുരക്ഷ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ ശക്തമാക്കും. ആളുകളെ എല്ലാം ഈ കടകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ മാറ്റും. 3 മണിക്ക് ശേഷം ധ്യാനം അവസാനിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഈ ബോട്ടിൽ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടിൽ ഇവിടുന്ന് ഹെലിപ്പാഡിലേക്ക് പോയി അവിടുന്ന് തിരുവനന്തപുരം അതുവഴി വാരണാസിയിലേക്ക് മടങ്ങുന്നതായിരിക്കും. ശരി, മോദിയുടെ ധ്യാനം 40 മണിക്കൂർ പിന്നിട്ടു. 3 മണിയോടെ ധ്യാനം അവസാനിപ്പിക്കും. അജീഷ് ജയകുമാറാണ് കന്യാകുമാരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.